വെൽക്കം ടു കീർത്തി കൃഷ്ണ വ്ലോഗ്സ്. ഇന്ന് നമ്മുടെ കന്യാദാന ഫാമിലിയുടെ ഒരു ബിഗ് ഡേ ആണല്ലേ? എന്താണ് പ്രത്യേകത? കല്യാണം. യെസ്. അപ്പൊ നമ്മളെ ഈ വ്ലോഗ് ഫുള്ള് ഇന്ന് ഫെബ്രുവരി 12 നമ്മുടെ ഇന്ദ്രൻ, അതായത് കിച്ചു ചേട്ടന്റെ കല്യാണ വിശേഷങ്ങളാണ്. എല്ലാരും കാണുക. ബൈ. എല്ലാരും കാണുക. വനുമ, നമ്മുടെ ഇന്ദ്രന് അങ്ങനെ മംഗളകരമായി കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയാനുള്ള? അവന്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാണ്. അടുത്ത വർഷം ഇതേ സമയത്ത് നമുക്കൊരു കുഞ്ഞുവാവ. അയ്യോടാ. ഇതാണ് നമ്മുടെ കന്യാദാനത്തിലെ കൺട്രോളർ വിജയൻ അങ്കിൾ. അങ്കിൾ പറയൂ, നമ്മുടെ ഇന്ദ്രൻ, നമ്മുടെ കന്യാദാനത്തിലെ കുടുംബത്തിലെ ഇന്ദ്രൻ കല്യാണം ഹാപ്പിയാണല്ലേ? സദ്യ കഴിച്ചോ? കൊള്ളാവോ? പിന്നെ അടിപൊളി സദ്യ. സുഷു, അങ്ങനെ സുഷുവിന്റെ കല്യാണം കഴിഞ്ഞു. എന്താണ് എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ വർഷം കിച്ചുവേട്ടന്റെ കല്യാണം കാണുമെന്ന്? പ്രതീക്ഷിച്ചില്ല അല്ലേ? സീരിയൽ തുടങ്ങിയ കാലം തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ കെട്ടണം അവൻ മാത്രം ഇങ്ങനെ അർമാസ് നടന്ന ശരിയാവില്ലല്ലോ. പക്ഷെ അവനും കെട്ടി ഹാപ്പിയായി.
ഇനി നാളെ അടുത്ത ഹാപ്പിയായി അവന്റെ കാര്യം ഓക്കെ. സോന, അങ്ങനെ ഇന്ദ്രന്റെ കല്യാണം കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? പറ. പ്രത്യേകിച്ചൊന്നും പറയല്ലേ? സന്തോഷമാണോ? ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ഏട്ടനെ പോലെ കണ്ടത് ചേട്ടനാണ്. പക്ഷെ എന്റെ കല്യാണം കണ്ടു ഒരുപാട് സന്തോഷമുണ്ട്. എവിടെ ശ്യാം? എവിടെ? ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ. ശ്യാം, അങ്ങനെ ഇന്ദ്രനലയം കെട്ടിയിരിക്കുകയാണ്. എന്ത് പറയുന്നു? പറ എന്തെങ്കിലും. കന്യാദാനം ഫാൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫാൻസ് ഉള്ളത് ശ്യാമിനാണ്. സന്തോഷമുണ്ട്. എപ്പോഴാ റോമലിന് എപ്പോഴാ കല്യാണം? ഇപ്പോഴൊന്നും കാണൂല. അടുത്ത വർഷം കാണത്തില്ല. കന്യാദാനത്തിൽ ഇപ്പൊ ശ്യാമിന് കൂടുതൽ ഫാൻസ് ആണല്ലോ. എന്താ ഫാൻസിനോട് പറയാനുള്ളത്? താങ്ക്സ് ഉണ്ട്. ഓക്കെ. ആ ചിലങ്ക ഐഷു അങ്ങനെ ഇന്ദ്രന് കല്യാണായി. ഹൗ ഡു യു ഫീൽ? ഒന്നും പറയുന്നില്ല. ബിക്കോസ് എന്റെ ചാനൽ എല്ലാവരും ഐശ്വര്യ സുരേഷ്. ഹലോ, എടാ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ തന്നെ ചോപ്പ് ഇട്ടോണ്ട് ഇറങ്ങിക്കോളും. മനുഷ്യര് മാച്ചാണല്ലേ? ഓക്കെ. നിങ്ങളോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ്. എന്താണ് പ്ലാൻ? ഒളിച്ചും പാത്തായിരുന്നു. എന്താ പ്ലാൻ? എന്താ? എവിടെങ്കിലും പോകുന്നുണ്ടോടാ? എനിക്ക് മനസ്സിലായി എവിടെ പോകുന്നത്. ബ്ലോഗിൽ കാണാം. എന്റെ പൊന്നോ, എനിക്ക് വയ്യ. എവിടെ പോയാലും എനിക്ക് പാരയാണല്ലോ. ശരിയടാ, കിച്ചുവേട്ടൻ ഒരു വെഡിങ് വിഷസ് പറയും. ഞങ്ങളുടെ സ്വന്തം കിച്ചുചേട്ടനും സുധി ചേച്ചിക്കും വെരി ഹാപ്പി മാരേജ്. കന്യാദാന ഫാൻസിനോട് എന്താ പറയാനുള്ളത്? കന്യാദാന ഫാൻസിനോട് എന്താണ് എല്ലാരും കന്യാദാനം കാണാം. അതല്ലേ നമുക്ക് ഒരു ഡൗട്ട് എല്ലാരും പറയുന്നത്, ഈ വിനയൻ മാഷിനെ ഇങ്ങനെ എന്തിനാണ് ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്നെല്ലാരും ചോദിക്കുന്നു. ശ്രീലങ്ക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുടുംബിനെയാണ്. അനന്തൻ മാഷിന്റെ മക്കൾക്കൊന്നും ഗട്സ് ഇല്ല എന്നാണ് എല്ലാരും പൊതുവെ പറയുന്നത്. അനന്തമാഷിന്റെ മക്കൾ മാതൃകയാണല്ലോ. ഒരു ഒന്നൊന്നര മാതൃക ഇപ്പൊ ഇല്ലേ? അതെ. ശ്രീലങ്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എത്ര കുറെ വർഷം ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ കുട്ടിയല്ല, കുറെ വർഷങ്ങൾക്ക് മുന്നേയുള്ള ഒരു ജനറേഷനിലെ കുട്ടിയാണ്. ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് പുള്ളിക്കാരിക്കുള്ളത്. അപ്പം കുറെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. ജിഷിന് ഇട്ടിട്ട് കൂടി പക്ഷെ എന്ത് ചെയ്യാൻ അവർക്ക് ഇട്ട് തരുന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതെ, കഥ അങ്ങനെയാണ്. ഓക്കെ. ഒരിക്കലും അങ്ങനെ ഇട്ടിട്ട് പോകില്ല. ഓക്കെ, അപ്പം താങ്ക് യു. ഈ പറയുന്ന കീർത്തി ഒരു ഭാര്യയുള്ളൊരു ഭർത്താവിനെ ഭാര്യയുള്ളൊരു പുരുഷനെ സ്നേഹിക്കുന്നത് തെറ്റല്ലേ? സ്വന്തം ഭർത്താവിനെ കുളത്തിൽ അല്ല പുഴയിൽ തള്ളിയിട്ട് ഈ ഉടമയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പുള്ളി ഉണ്ടാക്കി തരുന്ന പൈസ മൊത്തം എടുത്ത് ഇന്ദ്രന് കൊടുത്ത് എന്നിട്ട് പിടിച്ചോ. ന്യൂ ജനറേഷൻ, ഇത് പുതിയ ജനറേഷൻ. ഓക്കെ, അതാ നമ്മുടെ കന്യാദാനത്തിലെ ബാക്കി ടീംസ് ഇരിക്കാണ്. മോഹൻസൻ ചേട്ടാ സുഖാണോ? സുനിൽ ചേട്ടാ എപ്പോ എത്തി? ഇപ്പൊ സദ്യ കഴിച്ചോ? അതാണ് നമുക്ക് ഞങ്ങളുടെ കന്യാദാനത്തിൽ നമുക്ക് എപ്പോഴും ഡെയിലി കറക്റ്റ് ടൈമിന് ഫുഡ് തരുന്ന മഹാനാണ് മോഹൻസൻ ചേട്ടൻ. സദ്യ ഇഷ്ടമായ മോഹൻസൻ ചേട്ടാ? ഇന്ന് കഴിച്ച സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? അല്ല എന്നാലും പറയല്ല. കിച്ചു ചേട്ടാ, ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഫ്രാങ്ക് ആയിട്ട് ആൻസർ പറയോ? താലി കെട്ടിയപ്പോ കൈ വിറച്ചായിരുന്നോ? അയ്യോ, ഞങ്ങള് കണ്ടല്ലോ നന്നായിട്ട് വിറക്കാത്തത്. മൊത്തത്തില് സീരിയലിൽ കല്യാണം കഴിച്ചിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആണല്ലേ? നമ്മുടെ കന്യാദാനം ഫാൻസിനോട് എന്താ പറയാനുള്ളത്? കന്യാദാനം ഫാൻസിനോട് പറയാനുള്ളത്, കണ്ടോ ഇതാണ് ജീവിതത്തിൽ വളരെ പാവമാണ്. നിങ്ങൾ സീരിയലിൽ കാണണമെന്നല്ല, ഈ ഹർഷ എന്ന് പറഞ്ഞ കുട്ടി ജീവിതത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ വളരെ പാവമാണ്. നിങ്ങൾ എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറും. ആ മെർലിൻ ചേച്ചി പാവമാണ്. ശ്രുതി ചേച്ചി ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഈ കിച്ചേട്ട ഒരു ഒന്നൊന്നര സംഭവമാണല്ലേ സുഷു? വലിയൊരു സംഭവമാണല്ലേ? ഓക്കെ, എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. സച്ചി സാർ
ഹായ്, എന്താണ് നമ്മുടെ കന്യാദാന ഫാമിലിയോട് പറയാനുള്ളത്? ഇന്ദ്രന്റെ കല്യാണമാണ്. ഇനിയെങ്കിലും നീ അവനെ വെറുതെ വിട്. അയ്യോ, മാത്രമേ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. വെറുതെ ഉപദ്രവിക്കരുത്. ഹർഷയുടെ ബലം ഇന്ദ്രനാണ്.